അതിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്കായ ഒരു കാര്യം വെച്ചാൽ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല. അത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മൾ തെറ്റായിട്ട് ഒരു സിനിമ എന്ന കലാരൂപമാണ്, അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പല സിനിമകളിൽ നിന്നും. അങ്ങനെ അതിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത് രണ്ടിനും ഇടയിലുള്ളൊരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല, എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഇപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ എന്നെ സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല. പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ആളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയിൽ കാണുന്നതിനെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ. ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്.